അടിയന്തരാവസ്ഥയിൽ പോലീസിന്റെ ക്രൂരമർദ്ദനം ഏറ്റെന്ന് അവകാശപ്പെടുന്ന ഒരു നേതാവ് മുഖ്യമന്ത്രിയായിട്ടും ആഭ്യന്തര മന്ത്രിയായിട്ടും ഭരിച്ചിട്ടും ഒരു ഫലവും ഉണ്ടാവാതെ സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നീതി പോട്ടെ ഉപദ്രവമുണ്ടാവുകയെന്ന നഗ്നമായ സത്യം ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയാം. കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും ഈ അപകടകരമായ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ ഒരു സർക്കാരിനും കഴിവില്ലെങ്കിൽ വിഡ്ഢികളായ ജനങ്ങളെ നിങ്ങൾ എന്തിനാണ് യുവമാരെ മാസാമാസം ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത്? ഗർഭിണി ആയ ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷന് മുന്നിൽ എല്ലാവരും നോക്കി നിൽക്കെ തല്ലുമ്പോൾ അതീവ ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നം ഇതിൽ വന്നു ചേർന്നു. പോലീസ് സ്റ്റേഷനുകളിൽ CCTV ഉണ്ടായിരുന്നിട്ടും ആ ദൃശ്യങ്ങൾ പോലീസിലെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ലഭ്യമായിരുന്നിട്ടും 1.5 വർഷം മുമ്പ് നടന്ന ഈ കൊടും ക്രൂരതയിൽ ഇവിടെ ഒരു ചുക്കും നടന്നില്ല. ഒരു പൗരന്റെ അവകാശത്തെയും ജനാധിപത്യത്തെയും ചോദ്യം ചെയ്യുന്ന സർക്കാരിന്റെ ജനസേവകരുടെ മാഫിയ ഇവരെല്ലാം ഒരേ അച്ചിൽ വാർത്തവരാണ്. കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടും ഫലമുണ്ടാവാതെ വന്നപ്പോൾ ഷൈമോൾക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. എന്തൊരവസ്ഥയാണിത്! ഹൈക്കോടതിയിൽ പരാതി കൊടുക്കാൻ കഴിവില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ വർഷങ്ങളായി യുവമാരുടെ പീഡനവും ചവിട്ടുമേറ്റ് ഒരു പണിയും ചെയ്യാനാവാത്ത അവസ്ഥയിൽ ആരും അറിയാതെ കിടക്കുന്നുണ്ടാവും. ഇത് ഓർക്കേണ്ടത് ജനങ്ങളാണ്, നമ്മളാണ്. പോലീസ് ചിലരെ മർദ്ദിക്കുന്നത് കണ്ട ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയെന്ന ഒറ്റ കാരണത്താൽ ഷൈമോളുടെ ഭർത്താവ് ബെഞ്ചോയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിയത്. 2 കൈക്കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രിയിലേക്ക് സ്കാനിങ്ങിന് പോകാൻ തുടങ്ങുമ്പോൾ ഭർത്താവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് തല്ലിച്ചതച്ച് കള്ളക്കേസ് ഉണ്ടാക്കുന്നവന്മാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക മാത്രമല്ല, ജയിൽ ശിക്ഷയും കൊടുക്കണം. പരാതി അന്വേഷിക്കാത്ത കമ്മീഷണർക്കും എല്ലാവർക്കും കേരള പോലീസ് ആക്ട് നിയമം 33(2) വകുപ്പ് പ്രകാരം പൊതു സ്വകാര്യ സ്ഥലങ്ങളിലെ പോലീസിന്റെ ഏത് നടപടിയും ക്യാമറയിൽ പകർത്താൻ ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശമുണ്ട്. അത് തടയാൻ പോലീസിന് അധികാരമില്ല. പക്ഷേ ഈ നിയമങ്ങൾ ഒക്കെ കാറ്റിൽ പറത്തി നമ്മുടെ പോലീസ് കാറ്റിൽ പറത്തി കളയും. കാരണം അവർക്ക് നിയമജ്ഞാനമില്ലല്ലോ. 10ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ ആര് പാലിക്കുന്നു? കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും ഒരു സ്ത്രീ കൊടുത്ത പരാതി, അത് 1.5 വർഷമായി മുഖ്യമന്ത്രിയും കമ്മീഷണറും കണ്ടില്ല, ഇടപെട്ടില്ല എന്ന് പറയുമ്പോൾ ഹണി റോസ് കേസ് കൊടുത്താൽ അപ്പോൾ തന്നെ നടപടി ഉണ്ടാവും. അതാണ് കേരള മുഖ്യമന്ത്രി. ഗർഭിണി ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന പോലീസുകാരന്റെ ധാർഷ്ട്യത്തോടെയുള്ള പറച്ചിലിന്റെ കാരണക്കാർ ഈ സിസ്റ്റമാണ്, ഇവിടെ ഭരിക്കുന്നവരാണ്. ഗർഭിണി അല്ലെങ്കിൽ തല്ലാം എന്നാണ് ഇതിലെ അഹങ്കാരം. മുഖ്യമന്ത്രി അറിഞ്ഞില്ലല്ലോ സിസ്റ്റത്തിൽ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത്രയും കാലം കേരളത്തിൽ ജീവിച്ച മുഖ്യമന്ത്രിക്ക് ഇതറിയില്ലെങ്കിൽ, ഈ പരാതി കിട്ടിയിട്ട് അത് കേട്ടില്ലെങ്കിൽ, ഈ സിസ്റ്റത്തിന്റെ ചുമതല ഇട്ടിട്ട് വേറെ വല്ല വാഴ നടാൻ പോകണം. ഈ പോലീസുകാർ നടത്തുന്ന ഈ തെമ്മാടിത്തരം അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ കസേരയിൽ കയറിയിരിക്കുന്നത്? ജനങ്ങളെ സേവിക്കുന്നു എന്ന് പറയുന്ന ഭരണാധികാരികൾക്ക് സിസ്റ്റത്തിന്റെ കുഴപ്പം പരിഹരിക്കാൻ കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോണം മിസ്റ്റർ. ചോദ്യം ചോദിക്കുന്നവരെയും സത്യത്തിനു വേണ്ടി പോരാടുന്നവരെയും കള്ളക്കേസിൽ കുടുക്കി ആജീവനാന്തം ജയിലിലിടും. ഇട്ടാലേ അവർക്ക് കോടികൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. സാധാരണ ജനങ്ങൾക്ക് എന്ത് പറ്റിയാലെന്താ?